കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ സാംപ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നോട്ട്പാഡ്++ എന്നുള്ള ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ കണ്ടു. ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ മെച്ചം. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ നിന്നും, പ്രൊസീജിയർ ഓറിയന്റഡ് PHP യിൽ നിന്നും ഒബ്ജക്റ്റ് ഓറിയന്റഡ് PHP യിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതായിട്ട് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതേപോലെ റീയൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും, ഒരു തവണ കോഡ് വളരെ കുറച്ച് ചെയ്താൽ മതി എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ മെച്ചം. നമുക്ക് ഈ ബെനിഫിറ്റ്സ് ഓരോന്നും പോകെ പോകെ നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി CPP ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് പ്യുവറായിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് CPP എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ജാവ, നിങ്ങൾ പഠിക്കാൻ പോകുന്ന ജാവ അത്തരത്തിലുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഈ PHP വഴി നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ജാവ പോലുള്ള കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, തൽക്കാലം നമുക്ക് ഒരു പ്രോഗ്രാം നോക്കാം. ഞാൻ നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിരിക്കുന്നൊരു കോഡാണിത്. ഇവിടെ HTML നമ്മൾ PHP ടാഗ് യൂസ് ചെയ്തിട്ട് PHP കോഡ് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ച കോഡായിരിക്കാം. ഓക്കെ, PHP നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം കോഴ്സ് എന്നുള്ളൊരു വേരിയബിൾ, $സൈനിലാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. കോഴ്സ് ഈക്വൽസ് BCA, ഡബിൾ കോഴ്സിൽ BCA എന്ന് കൊടുത്തു, സെമിക്കോളൻ ഇട്ടു, എൻഡ് ഓഫ് ലൈൻ. അതിനുശേഷം സബ്ജക്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു, അതിനകത്ത് PHP എന്നുള്ള ഒരു സ്ട്രിങ് സേവ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് എഴുതിയതിനു ശേഷം ഫംഗ്ഷൻ നെയിം ഗെറ്റ് കോഴ്സ് ഇൻഫോ എന്നുള്ളൊരു ഫംഗ്ഷൻ നെയിമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ ഫംഗ്ഷന്റെ കൂടെ ഞാൻ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത് കോഴ്സ്, നേരത്തെ പറഞ്ഞ ഈ കോഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അതേപോലെ തന്നെ സബ്ജക്റ്റ് ഞാൻ പാസ് ചെയ്യുന്നു. അതിനുശേഷം ആ ഫംഗ്ഷനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. എന്താണ് ദ സെലക്ടഡ് കോഴ്സീസ് എന്ന് ഞാൻ സ്ട്രിങ് കൊടുത്തു. അതിനുശേഷം ഞാൻ കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ കൊടുത്തു. അതായത് കോഴ്സ് എന്നുള്ള ഈ വേരിയബിളിൽ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി കോൺകാറ്റനേറ്റ് ചെയ്തു. അതിനുശേഷം ഡോട്ട് കൊടുത്തു. ബാക്കി അടുത്ത സ്ട്രിങ് കോൺകാറ്റനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡോട്ടോടെ കൊടുത്തു. അതിന് സബ്ജക്ട് യു ആർ കറന്റ് സ്റ്റഡിങ് എന്നുള്ളൊരു സ്ട്രിങ് കൊടുത്തു. അതിനുശേഷം സബ്ജക്ട് ഞാൻ പ്രിന്റ് ചെയ്യിച്ചു. ഇതാണ് ഞാൻ റിട്ടേൺ ചെയ്യിച്ചത്. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തേക്കുന്നത് എങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്, എക്കോയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഫംഗ്ഷൻ കോളാണ് ഈ കാണുന്നത്. ഗെറ്റ് കോഴ്സ് ഇൻഫോ എന്ന് പറഞ്ഞ ആ ഫംഗ്ഷന് ശേഷം നമ്മൾ ഈ കോഴ്സും സബ്ജക്റ്റും ഇട്ട് നമ്മൾ അതിനെ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ കിട്ടിയ റിട്ടേൺ ചെയ്ത ആ ഫംഗ്ഷനെ ഞാൻ എക്കോ ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്ന പ്രോഗ്രാം. ഇവിടെ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിനുശേഷം താഴെ PHP ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ HTML ബോഡി ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ഈ HTML കോഡിനകത്ത് വേണം നിർബന്ധമൊന്നുമില്ല. ഈ കോഡ് റിമൂവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. തൽക്കാലം ഞാൻ ഈ PHP ആയിട്ട് സേവ് ചെയ്തിരിക്കുന്ന ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി റൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം മുതൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലോക്കൽ ഹോസ്റ്റ് കൊടുക്കാം. ലോക്കൽ ഹോസ്റ്റ് /രാജീവ് ഈ കോഡ് റൺ ചെയ്തത് കാണാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ HTML കണ്ടന്റ് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നാലും ഈ കോഡ് റൺ ആവും. ഓക്കെ, സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്താൽ ഈ കോഡ് റൺ ആവും. നിങ്ങൾക്ക് ഒന്നുകിൽ PHP തന്നെ എഴുതാം, അല്ലെങ്കിൽ HTML എംബഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇത്തരത്തിൽ നമ്മൾ സാധാരണ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് വെച്ച് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, കോൺസെപ്റ്റ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി ഞാൻ ഈ സെക്ഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി പഠിച്ച ഭാഗം തന്നെയാണ്.